ഗോരക്ഷ മഹാപദയാത്രയ്ക്ക് മുരിങ്ങൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ഗോക്കളെയും ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുകയെന്ന സന്ദേശവുമായി നാടൻ പശുവും ബാലകൃഷ്ണ ഗുരുസ്വാമിയും പ്രവർത്തകരും കഴിഞ്ഞ സെപ്റ്റംബർ 27 കാശ്മീരിൽ നിന്നാരംഭിച്ച യാത്രയാണ്. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് നാടൻ പശുവിന്റെ സഞ്ചാരം. യാത്ര ഈ മാസം 27 കന്യാകുമാരി വിവേകാനന്ദപാറയിൽ സമാപിക്കും. ശബരിമലയിലും പോകുന്നുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ഇരുമുട്ടികെട്ടുമുണ്ട്. നാടന് പശു 18ാം പടി കയറി ഭഗവാനെ ദർശനം നടത്തുമെന്ന് യാത്ര നയിക്കുന്ന ബാലകൃഷ്ണ ഗുരുസ്വാമി പറഞ്ഞു. Very nice temple, Narasimhamurthy temple. I am requesting all Kerala people, please save this indigenous cow, because if there is no cow, there is no our Sanatana Dharma. Everyone have protected this indigenous cow, because in this earth there is no microbes. Only cow urine and cow dung can only create the microbes, earthworms in this earth. Then we can get the quality food from this earth. So please save the cow, please save our earth, and please save our dharma. Padayatra will go up to Kanyakumari. 25 more days to go. Kanyakumari, there is a meeting in Kanyakumari, Vivekananda Rock. Balakrishna Guruswami from Hyderabad, Telangana state. ജില്ലയിലെ 2 ദിവസങ്ങളില് സഞ്ചരിച്ച യാത്രക്ക് മണ്ണുത്തി, പുതുക്കാട് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം കൊടകര കുണ്ടുകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും സ്വീകരണം നൽകി. വിഭാഗകാര്യ KS സദസ്യന് ദേവദാസ്, കണ്ട് കാര്യവാഹ M സുനിൽകുമാര്, സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് രഘു P മേനോന്, പഞ്ചഗവ്യ വൈദ്യന്മാരായ സദാനന്ദന് വൈദ്യര്, ഡോക്ടർ ജയകുമാര്, ബേബിലാല് വൈദ്യര്, ചന്ദ്രന് വൈദ്യര് തുടങ്ങിയവര് സംസാരിച്ചു. മുരിങ്ങൂരില് നൽകിയ സ്വീകരണത്തില് പര്യവരണ സംസ്ഥാന സമിതിയംഗം സുരേഷ് വനമിത്ര മുഖ്യപ്രഭാഷണം നടത്തി. ചിറങ്ങരയിലെ സ്വീകരണത്തിന് ശേഷം യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു.